ആണ്. സോ എ സ്ട്രിങ് ഈസ് യൂസ് ടു സ്റ്റോർ ടെക്സ്റ്റ് ഡാറ്റ ഇൻ പൈത്തൺ. ഓക്കെ, അതായത് നമുക്കൊരു ടെക്സ്റ്റ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. അത് ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിമിൽ നമുക്കൊരു നെയിം എന്ന വാരിയബിളിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ് ഡാറ്റ, ഇതിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിറ്റി എന്ന് പറയുന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യുന്ന പാലക്കാട്, ഇതൊരു ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ടെക്സ്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി ഇത് സ്ട്രിങ് ആണോ, നമ്മൾ വാരിയബിൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് ഓഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്കത് നോക്കാം അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിളിൽ നമ്മൾ ജസ്റ്റ് ലാംഗ്വേജ്, ഓക്കെ, ലാംഗ്വേജ് പൈത്തൺ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഒരു ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്, അതെന്താന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ കൊടുത്ത ഡാറ്റ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ടൈപ്പ് ഓഫ്. ഓക്കെ, സോ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഓൾറെഡി പ്രിന്റ് ഫംഗ്ഷൻ പഠിച്ചതല്ലേ. അപ്പോൾ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ആ ഒരു വാരിയബിളിന്റെ നെയിം. ഓക്കെ, ഈ വാരിയബിളിന്റെ നെയിം. അപ്പോൾ ഈ വാരിയബിൾ നെയിമിലുള്ള ഈ പൈത്തൺ എന്ന് പറയുന്ന ഡാറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇത് സേവിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ എന്താണ്, അത് സ്ട്രിങ് ആണ് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ പഠിക്കാൻ പോണത്, നമുക്ക് ഇതിലുള്ള ഓരോ ലെറ്ററിനെയും പ്രിന്റ് ചെയ്യണം. ഇതിലുള്ള ഓരോ ലെറ്ററിനെയും പ്രിന്റ് ചെയ്യണം അല്ലേ. ഈ പൈത്തണിന് നമുക്ക് പ്രിന്റ് ചെയ്യണം, അതായത് പൈത്തണിലെ PYTH ഇതൊക്കെ പ്രിന്റ് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആണ്, അതായത് ഓരോ ലെറ്ററിനും ഓരോ പൊസിഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പൈത്തന്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലാണ്. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നെഗറ്റീവ് ബാക്കിൽ നിന്നാണെങ്കിൽ -1 അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ P എന്ന് പറയുന്നത് എന്താണ്, P എന്ന് പറയുന്നത് 0th പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് Y എന്ന് പറയുന്നത് 1. ഇനി T എന്ന് പറയുന്നത് 2. ഇനി H എന്ന് പറയുന്നത് 3. ഇനി O എന്ന് പറയുന്നത് 4. ദെൻ N എന്ന് പറയുന്നത് 5 ആണ്. ഇനി നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ്, നെഗറ്റീവ് ഇൻഡെക്സിങ് വരുമ്പോൾ പുറകിൽ നിന്ന്. അപ്പോൾ N എന്ന് പറയുന്നത് -1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ O എന്ന് പറയുന്നത് -2. അടുത്തത് H എന്ന് പറയുന്നത് -3. ഓക്കെ, നെക്സ്റ്റ് T -4. അടുത്തത് Y -5. ദെൻ P -6. നമുക്ക് ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമുക്ക് PY പ്രിന്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ പ്രിന്റ് ചെയ്യും, പ്രിന്റ് ഓഫ് ആ വാരിയബിൾ നെയിം. ഓക്കെ, ആ വാരിയബിൾ നെയിമില് നമുക്ക് PY പ്രിന്റ് ചെയ്യുന്നത് സ്ലൈസിങ് ആണ്, നമുക്ക് P പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് ഏതാണ്, 0. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ.
പി പ്രിന്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ 1 കൊടുത്താലോ വൈ പ്രിന്റ് ആവും. കണ്ടോ, വൈ പ്രിന്റ് ആയില്ലേ, വൈ പ്രിന്റ് ആയി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന സ്ലൈസിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുന്നത് സ്ലൈസിങ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്ലൈസിങ് നോക്കാം. ഓക്കെ, സ്ലൈസിങ്ങിന്റെ സിന്റാക്സ് ആണ് സ്ട്രിങ് ഓഫ് സ്റ്റാർട്ട് ടു എൻഡ്. ഓക്കെ, അതായത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര പൊസിഷൻ തൊട്ട് ഇത്ര പൊസിഷൻ വരെ നമുക്ക് പ്രിന്റ് ആവണമെങ്കിൽ നമുക്ക് സ്ലൈസിങ് യൂസ് ചെയ്യാം. ഓക്കെ, സ്ലൈസിങ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈസിങ്. ഓക്കെ, സ്ലൈസിങ് നമുക്ക് പൈത്തന്റെ പി വൈ പ്രിന്റ് ചെയ്യണം അല്ലേ, നമുക്ക് പി വൈ പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പ്രിന്റ് ഓഫ് ആ വാരിയബിളിന്റെ നെയിം ലാം അല്ലേ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പി എന്ന് പറയുന്നത് 0 അല്ലേ, 0 കോളൻ സ്റ്റാർട്ടാണ് 0. നമുക്ക് ഇനി എവിടം വരെ വേണം, എൻഡ് എവിടം വരെ വേണം, നമുക്ക് പി വൈ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. വൈ എന്ന് പറയുന്നത് 1 ആണ് പൊസിഷൻ, പക്ഷെ നമ്മൾ 1 കൊടുത്താൽ എന്താണ് പ്രിന്റ് ആവുക, പി മാത്രമേ പ്രിന്റ് ആവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 2 വരെ കൊടുക്കണം. അതായത് നമ്മൾ എൻഡ് കൊടുക്കുന്ന പൊസിഷന്റെ മുൻപിലുള്ള പൊസിഷൻ വരെ പ്രിന്റ് ആവുള്ളൂ. ഓക്കെ, സോ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ. പി വൈ പ്രിന്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് പ്രിന്റ് ആവേണ്ടത് വൈ വരെ പ്രിന്റ് ആവേണ്ടത് 0 പി ആണ്, വൈ 1 ആണ്, വൈ 1 ആണ്. അപ്പം നമ്മൾ വിചാരിക്കും 1 വരെ പ്രിന്റ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് 1 കൊടുത്തു നോക്കാം. അപ്പം എന്താ ഔട്ട്പുട്ട് കിട്ടുക നമുക്ക് നോക്കിയാലോ. കണ്ടോ, പി മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടണം അതിന് മുന്നിലുള്ള പൊസിഷൻ വരെ കൊടുക്കണം. നമുക്ക് ടി വരെ കിട്ടണേ, പി വൈ ടി വരെ കിട്ടണമെങ്കിൽ എച്ചിന്റെ പൊസിഷൻ കൊടുക്കണം. എച്ചിന്റെ പൊസിഷൻ ഏതാ, 3. മനസ്സിലായോ. ഇപ്പൊ നമ്മൾ ഒരു 4 കൊടുത്ത എവിടം വരെ വരും, 4 ഓ ആണ്, 4 എന്താണ് ഓ ആണ്. പക്ഷെ നമുക്ക് എവിടം വരെ വരുള്ളൂ, എച്ച് വരെ വരുള്ളൂ. ഓക്കെ, കണ്ടോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു നെഗറ്റീവ് ഇൻഡെക്സിങ് പഠിച്ചു. അപ്പൊ നെഗറ്റീവ് ഇൻഡെക്സിൽ നമ്മൾ നോക്കിയില്ലല്ലോ, അതും കൂടെ നമുക്ക് നോക്കിയാലോ അല്ലേ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിങ്. ഓക്കെ, സോ നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൽ നമ്മൾ പ്രിന്റ് ഓഫ് നമുക്ക് ഏതാണ്, -1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്ക് പ്രിന്റ് ആക്കി വെക്കാം അല്ലേ. ഓക്കെ, സേവ് ചെയ്ത് നോക്കാം. നിങ്ങൾ സേവിങ്ങിന്റെ പ്രോബ്ലം ആയിരിക്കും. നമുക്കൊന്ന് പ്രിന്റ് ആക്കി നോക്കാം. എൻ പ്രിന്റ് ആയി, കണ്ടോ. അപ്പൊ എൻ പ്രിന്റ് ആയി അല്ലേ. ഓക്കെ, ഇനി -2 ആണെങ്കിലോ, നമുക്ക് ഏതായിരിക്കും, ഓ പ്രിന്റ് ആവും. ഓ പ്രിന്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിലും ഇങ്ങനെ കൊടുക്കാം. അതായത് നമുക്ക് എവിടം വരെ പ്രിന്റ് ആവണം, അതായത് നമുക്ക് ഓ വരെ പ്രിന്റ് ആവണം. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അതായത് നമുക്ക് ടീൻ്റെ പൊസിഷൻ എന്ന് വന്നിട്ട് ടി വന്നിട്ട് -4 ആണ്. അപ്പം -4 ടു -1 വരെ കൊടുത്തു കഴിഞ്ഞാൽ -4 ഏതാണ്, ടി. നമുക്ക് ടി തൊട്ട് അങ്ങ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ടീൻ്റെ പൊസിഷൻ -4, കണ്ടോ, ടീൻ്റെ പൊസിഷൻ വന്നിട്ട് -4. ഇനി നമുക്ക് -1 നമ്മൾ കൊടുത്താലും എവിടം വരെ പ്രിന്റ് ആവുള്ളൂ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊസിഷന്റെ എൻഡ് പൊസിഷന്റെ മുന്നിലുള്ള പൊസിഷൻ വരെ പ്രിന്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്താലും നമുക്ക് എങ്ങനെയാ പ്രിന്റ് ആവണേ നമുക്ക് നോക്കാം.
കണ്ടോ, THO. എങ്കിൽ നമുക്ക് എന്നും കൂടി പ്രിന്റ് ആവണം, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, കണ്ടോ, ഇവിടെ ഒന്നും കൊടുക്കാണ്ടിരുന്ന THON വരെ പ്രിന്റ് ആവും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ കൊടുത്താലോ മൊത്തം പ്രിന്റ് ആവും. അതായത് സ്റ്റാർട്ടും കൊടുത്തുള്ള സ്റ്റോപ്പും കൊടുത്തുള്ള നമുക്ക് മൊത്തം പ്രിന്റ് ആക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പ് മാത്രം കൊടുക്കുകയാണ്. നമുക്ക് എവിടം വരെ, നമ്മൾ ജസ്റ്റ് നമുക്ക് എവിടം വരെ പ്രിന്റ് ആവണം, ഒരു 5 വരെ പ്രിന്റ് ആവണം. ഓക്കെ, സ്റ്റാർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോഴും കണ്ടോ 5 വരില്ല, കാരണം നമ്മൾ ലാസ്റ്റ് പൊസിഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 കൊടുക്കാം. അപ്പം നമുക്ക് എവിടം വരെ പ്രിന്റ് ആവും, പൈത്തൺ പ്രിന്റ് ആവും. ഓക്കെ, ഈ സ്റ്റാർട്ട് സ്റ്റോപ്പും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് മൊത്തം പ്രിന്റ് ആവും. ഈ സ്റ്റാർട്ട് മാത്രം കൊടുത്തു അല്ലേ, 0 കൊടുത്തു, എൻഡ് കൊടുത്തിട്ടില്ല, അപ്പൊ എന്ത് പ്രിന്റ് ആവും, പൈത്തൺ പ്രിന്റ് ആവും. അതായത് പൈത്തൺ 0th പൊസിഷനാണ്, അതൊട്ട് ബാക്കി ഏതൊക്കെ വരുന്നോ അതൊക്കെ പ്രിന്റ് ആവും. അപ്പൊ ഇൻഡെക്സിങ് പഠിച്ചു. അപ്പൊ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻഡെക്സിങ് പഠിച്ചു. നമുക്കൊരു ലെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഒരു വേർഡിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. ഇനി നെഗറ്റീവ് പുറകിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ, ഏറ്റവും ലാസ്റ്റത്തെ നമുക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നെഗറ്റീവ് ഇൻഡെക്സിങ് ചെയ്യാം. ഇനി സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര തൊട്ട് ഇത്ര വരെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈസിങ് യൂസ് ചെയ്തത്. അതിൽ എൻഡ് നമ്മൾ കൊടുക്കുന്നതിന്റെ മുമ്പിലെ പൊസിഷൻ വരെയേ അത് പ്രിന്റ് ആവുള്ളൂ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്, സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. ഓക്കെ, സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ, അതായത് 2 ടെക്സ്റ്റിനെ തന്നു, ആ 2 ടെക്സ്റ്റിനെയും കൂടി നമുക്ക് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺകാറ്റിനേഷൻ അതായത് 2നെയും ഒന്നാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഹലോ, ഫസ്റ്റിൽ ഹലോ കൊടുത്തു, സെക്കൻഡ് വേൾഡ് കൊടുത്തു. നമ്മൾ പ്രിന്റ് ഓഫ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് കൊടുത്തു, ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഹലോ വേൾഡ് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുക്കണമെങ്കിലോ, പ്ലസ് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് പിന്നെയും പ്ലസ് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കാം, അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, കളയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് നെയിം അങ്ങനെ കൊടുക്കാം, അല്ലെ? ഫസ്റ്റ് നെയിം എന്താണ്, അരുൺ. Then second name ജോസ്, അല്ലെ? നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്ത് നോക്കിയാലോ. പ്രിന്റ് ഓഫ് ഫസ്റ്റ് നെയിം, ഇവിടെ ഒരു അഡീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? പ്ലസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്രിന്റ് ആക്കി നോക്കിയാലോ. അരുൺ ജോസ് വന്നില്ലേ? ഇതിന്റെ ഇടയിൽ സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഡബിൾ കോട്ട്സ് കൊടുക്കുക, എന്നിട്ട് ഒരു പ്ലസ് കൊടുക്കുക, അല്ലേ? ഇവിടെ കുറച്ച് എന്ത് ചെയ്യുക, സ്പേസും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു സ്പേസും കിട്ടും. ഇപ്പൊ കോൺകാറ്റിനേഷൻ മനസ്സിലായോ? ഇതാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. അതായത് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഈ ഒരു പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്താണെന്ന് മനസ്സിലായി. അവിടെ ഒരു പ്ലസ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ്, ഈ 2 വേർഡിനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി. ഈ സ്പേസ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ കോട്ട്സ് കൊടുക്കുക, അതായത് പ്ലസ് കഴിഞ്ഞ ഡബിൾ കോട്ട്സ് കൊടുക്കുക, സ്പേസ് കൊടുക്കുക, ദെൻ പ്ലസ്, അതായത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഒരു സ്പേസ് കൊടുക്കുക, ദെൻ പ്ലസ്, ദെൻ സെക്കൻഡ്. അപ്പോൾ ഹലോ വേൾഡിന്റെ ഉള്ളിൽ ഒരു സ്പേസ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്ട്രിംഗ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഈ ഒരു സിമ്പിൾ. ഓക്കെ, ആസ്ട്രിക് സിമ്പിൾ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇവിടെ പ്രിന്റ് നമുക്ക് ഹായ് എത്ര വട്ടം വേണം, ഹായ് എത്ര വട്ടം വേണം, 3 വട്ടം വേണം.
ഓക്കെ, അപ്പൊ ഹായ് എന്ന് പറയുന്ന സ്ട്രിങ്ങിന് നമുക്ക് എത്ര വട്ടം വേണം? 3 വട്ടം വേണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഹലോ. ഈ നമ്മുടെ സിമ്പിൾ എന്തായിരുന്നു? ആസ്ട്രിക് സിമ്പിൾ. എത്ര വട്ടം വേണം? 4. ഓക്കെ ഓക്കെ, എത്ര വട്ടം വന്നു? 1 2 3 4 അല്ലേ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഹലോ ഇൻ ആസ്ട്രിക് അല്ലെങ്കിൽ ഇൻറ്റു നമ്മൾ പറയും. ആസ്ട്രിക് സിമ്പിൾ ഒരു ഇൻറ്റു സിമ്പിൾ എന്ന് പറയാം. ആസ്ട്രിക് ഇൻറ്റു 4. ഓക്കെ, സോ അതാണ് നമ്മൾ സ്ട്രിങ്ങിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടുത്തൊരു ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ അല്ല, അടുത്തൊരു മെത്തേഡ്. ഓക്കെ, സോ നമ്മൾ കോൺകാറ്റിനേഷൻ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യാനുള്ള പഠിച്ചു. ഇനി ഓക്കെ, സ്ട്രിങ് റിപ്പീറ്റ് ചെയ്യാനുള്ള പഠിച്ചു അല്ലേ? ഇനി സ്ട്രിങ്ങിന്റെ ലെന്ത് നോക്കാൻ പഠിച്ചാലോ? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻ ഓഫ് എന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യും. ലെൻ ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? നമുക്ക് അതായത് ഇതിന്റെ ലെന്ത് നമുക്ക് നോക്കാം. എത്രയാണ് ഇതിന്റെ ലെന്ത് അല്ലെ? അതിൽ നമ്മൾ len ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിന്റ് ഓഫ് len ഓഫ് എന്തിന്റെയാണ് നമ്മൾ നോക്കുന്നത്? ലാങ് എന്ന് പറയുന്ന വാരിയബിളിന്റെ ഉള്ളിലുള്ള പൈത്തൺ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഡാറ്റയെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇതിൽ? ഓക്കെ, അതിന്റെ ലെന്ത് എത്ര ഉണ്ട്? 6 ഉണ്ട് അല്ലേ? പി എന്ന് പറഞ്ഞ 1, y2, t3, h4, o5 ആൻഡ് n6. അങ്ങനെ നമുക്ക് ലെന്ത് നോക്കാനും പഠിച്ചു. അപ്പോൾ ലെന്ത് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? len ഓഫ് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. അപ്പർ നമുക്ക് ലെന്ത് ഓഫ് നമ്മൾ കണ്ടുപിടിക്കുന്ന പഠിച്ചു, ലെന്ത് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി അപ്പർ ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്പർ കേസിലേക്കും, അതുപോലെ ലോവർ ഓഫ് മെത്തേഡ് യൂസ് ചെയ്ത് ലോവർ കേസിലേക്കും, ഇനി ക്യാപിറ്റലൈസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റലൈസ് ആക്കാനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടൈറ്റിൽ ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസസ് ഈച്ച് വേർഡ്. ഓക്കെ, അതും നമുക്ക് ചെയ്യാം. അതായത് ഓരോ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ സ്ട്രിപ്പ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്പേസസ് റിമൂവ് ചെയ്യാം. റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേർഡിനെ റിപ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ലെറ്റർ ഉണ്ടോ എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇത്രയും കൂടി പഠിച്ചിട്ട് നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഏതാണ്? അപ്പർ ഓഫ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഒരു പൈത്തണിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നമുക്ക് പ്രിന്റ് ഓഫ് ലാങ് ഡോട്ട് അപ്പർ ഓഫ് യൂസ് ചെയ്താൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? അപ്പർ കേസിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, പൈത്തൺ അപ്പർ കേസിലേക്കായി. ഇനി ലോവർ കേസിലേക്ക് ആക്കണമെങ്കിലോ ലോവർ ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായി? ലോവർ കേസായി. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്? ക്യാപിറ്റലൈസ് ആക്കണമെങ്കിലോ, അതായത് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആക്കിയിട്ട്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ഓഫ് മെത്തേഡ്. അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവും. മനസ്സിലായോ? ഇനി ടൈറ്റിൽ ഓഫ് മെത്തേഡ് യൂസ് ചെയ്താൽ എന്താണ്? അതായത് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് നോക്കാം അല്ലേ? അപ്പോ പൈത്തൺ ജാങ്കോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ടൈറ്റിൽ ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാം.
ടൈറ്റിൽ ഓഫ്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയാലോ. സോറി. ഓക്കെ, ഇതുണ്ടോ, പൈത്തന്റെയും ജാങ്കോയിന് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായി. അപ്പൊ നമുക്ക് ടൈറ്റിൽ ഓഫ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇനി ക്യാപിറ്റലൈസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്ത് എന്താണ്, വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലൈസ് ഓഫ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ഓഫ് മെത്തേഡ്. ഇനി നമുക്ക് സ്ട്രിപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താണ്, നമുക്ക് സ്പേസ് കളയാൻ വേണ്ടി സ്ട്രിപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രിപ്പ് ഓഫ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സ്പേസ് പോയി. ഇനി നെക്സ്റ്റ് റീപ്ലേസ് ഓഫ് മെത്തേഡ്. നമുക്ക് ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്യണം. നമുക്ക് ജാങ്കോനെ മാറ്റി അവിടെ എന്തെങ്കിലും ഒരു വേർഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് വേർഡ് നമ്മൾ എന്താ കൊടുക്കുന്നത്, റീപ്ലേസ് ചെയ്യേണ്ട വേർഡും പിന്നെ അവിടെ റീപ്ലേസ് ചെയ്ത് വെക്കുന്ന ആ വേർഡും കൊടുക്കണം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീപ്ലേസ് ഓഫ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് പൈത്തണ മാറ്റിയിട്ട് നമുക്ക് വേറൊരു വേർഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. റീപ്ലേസ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പൈത്തണ മാറ്റി നമുക്ക് അവിടെ എന്താണ് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്? അതായത് വേറൊരു വേർഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് HTML കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? HTML ജാങ്കോ വന്നു. ഓക്കെ, അപ്പോൾ റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ടോ, സ്പ്ലിറ്റ് ആയി. ഇപ്പൊ നമുക്കൊരു എന്താണ്, ഒരു ലിസ്റ്റ് ആയി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. പൈത്തനെ സ്പ്ലിറ്റ് ചെയ്തു, ജാങ്കോയിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻസ് നോക്കാം. ബാക്കി ക്ലാസ്സിൽ റിമൈനിങ് സ്ട്രിങ്ങിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ.